വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് റബീഹത്ത്. അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ സെറ്റ് എക്സാം നടക്കാനായിട്ട് പോവാണ് അല്ലേ. ഓൾമോസ്റ്റ് ഒരു 60 days ആണ് എക്സാമിനായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ റിവിഷനോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടൈം ടേബിൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് പോവാം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഡേ 1 നമുക്കറിയാം വലിയൊരു വാസ്റ്റ് ആയി കിടക്കുന്ന ഒരു സിലബസ് തന്നെയാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ ദിവസവും എങ്ങനെയാണ് നമുക്ക് പഠനം കൊണ്ടുപോകേണ്ടത്, ഏത് ദിവസത്തിലാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ട് റിവിഷനിലോട്ട് നമ്മൾ എത്തേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡേ 1 നമ്മൾ നോക്കുന്ന സമയത്ത് ഡേ 1 നമുക്ക് ഏത് ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ഏത് ഏരിയ പഠിക്കാനുള്ളത്, നമുക്ക് യൂണിറ്റ് 1 നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഓക്കെ, യൂണിറ്റ് 1 എന്തൊക്കെയാ പഠിക്കാൻ വരുന്നത് നമുക്ക് ഡേ 1 ഡേ 1ഉം ഡേ 2 ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹിസ്റ്ററിയുടെ എപ്പിസ്റ്റമോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഡെഫിനേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഹിസ്റ്ററി എന്താണ്, എവിടുന്നാ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഫാദർ ആരാണ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതിന്റെ മീനിങ് എങ്ങനെയാ വരുന്നത്, സ്കോപ്പ് എന്താണ്, ഡെഫിനേഷൻസ് എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ എന്താണ് അത്യാവശ്യം ഡെഫിനേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു പോകാനായിട്ട് വരുന്നുണ്ട് അല്ലെ. അതായത് ഓരോ ഹിസ്റ്റോറിയൻസ് നൽകിയിട്ടുള്ളത്, പൊളിറ്റീഷ്യൻസ് നൽകിയിട്ടുള്ളത്, പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ നൽകിയിട്ടുള്ളത്, ഇവരൊക്കെ നൽകിയിട്ടുള്ള ഡെഫിനേഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ഭാഗത്ത് പഠിച്ചു പോകാനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററിനെ നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഒരു അപ്രോച്ച് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഡേ 1 ഡേ 2 ആയിട്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ചെറിയ ഏരിയാസ് തുടങ്ങിയിട്ട് നമുക്ക് വലിയ ഭാഗത്തോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് ഡേ 1 ഡേ 2 ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഡേ 3 നമ്മൾ വരുന്ന സമയത്ത് ഡേ 3 നമ്മൾ പഠിക്കുന്നത് എന്താ, ഡേ 3 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് 1 തന്നെ കാര്യങ്ങളാണ്. ഇന്റേണൽ ക്രിറ്റിസിസം ആൻഡ് എക്സ്റ്റേണൽ ക്രിറ്റിസിസം, ഹൈപ്പോത്തീസിസ്, കൊസേഷൻ. ഇത് 4ഉം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് അല്ലെ. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേ 3 ഡേ 4 ആയിട്ട് ഭയങ്കര ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഡേ 3 നമ്മൾ വരുന്ന സമയത്ത് ഡേ 5 ഡേ 6 നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്, യൂണിറ്റ് 1 കാര്യങ്ങൾ തന്നെയാണ്. ദ ബിബ്ലിയോഗ്രഫി, ഗ്ലോസറി, അപ്പൻഡിക്സ്, അതുപോലെ തന്നെ ഇൻഡെക്സ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സൈറ്റേഷൻ സ്റ്റൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ പറയുന്ന ഡേ 4 ഡേ 5 6 ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പഠിച്ച ഭയങ്കര ക്ലിയർ ആയിട്ട് തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ഈ പറയുന്ന സൈറ്റേഷൻ സ്റ്റൈലുമായി ബന്ധപ്പെട്ടുകൊണ്ട് താഴെ തന്നതില് ബിബ്ലിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ് സൈറ്റേഷൻ സ്റ്റൈലില് എന്താണ് ക്ലിയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന 5-6 ഡേയിലായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അത് കഴിഞ്ഞ് യൂണിറ്റ് 1 തന്നെ മറ്റു പ്രധാനപ്പെട്ട ഏരിയാസ് അടുത്ത ഡേ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഈ പറയുന്ന കോസ്റ്ററൈസേഷൻ, അതുപോലെ തന്നെ സൈറ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, മാപ്പുകൾ, ഡയഗ്രംസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഡേ 8 അതുപോലെ തന്നെ 9 ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ ഏരിയാസ് ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോവാൻ പറ്റുന്ന ഏരിയകളാണ്. ഓക്കെ, അത് കഴിഞ്ഞ് ഡേ 10 അല്ലെങ്കിൽ ഡേ 5 നമ്മൾ വരുന്ന സമയത്ത് എന്താണ് ഈ കാര്യങ്ങൾ, ഗ്ലോസറി ഉണ്ട്, ബിബ്ലിയോഗ്രഫി വരുന്നുണ്ട്, അതുപോലെ തന്നെ സൈറ്റേഷൻ സ്റ്റൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഭാഗത്ത് നിന്ന് കവർ ചെയ്ത് പോവാനായിട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഡേ 6 നമ്മൾ വരുന്ന സമയത്ത് എന്താണ്, എഗെയിൻ ഇന്റേണൽ ക്രിറ്റിസിസം, എക്സ്റ്റേണൽ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്.
ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ പഠിച്ചു പോവാം. അത് കഴിഞ്ഞ് റിവിഷൻ ആണ്. ഓക്കെ, ഡേ 7 എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം എന്താണ്, റിവിഷൻ ഡേ ആണ്. പ്രോപ്പർ ആയിട്ട് റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു പോകുന്നതിൽ കാര്യമല്ല, കൃത്യമായിട്ടുള്ള റിവിഷൻ ആണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ഡേ 1 തൊട്ട് ഡേ 6 വരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡേ 7 നമ്മൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റിന്റെ ഒരു സ്റ്റഡി പ്ലാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രകാരം പോയിട്ട് നമ്മുടെ ഈ പറയുന്ന എല്ലാ യൂണിറ്റുകളും കവർ ചെയ്യുന്ന രീതിയിൽ, എല്ലാ യൂണിറ്റുകളിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിവിഷൻ പ്ലാൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിലും നമ്മൾ 60 ഡേയ്സിന്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ നോക്കിയ ആ ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഡേ 16 വരെയുള്ളത് ഇനിയുള്ള 60 ദിവസങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ റിവിഷനും അതുപോലെ തന്നെ ഹോൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിവിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നത്. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണെങ്കിൽ 60 ഡേയ്സിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാന്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളും PDF നോട്ടുകളും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ബാച്ച് ആണ്. സോ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ ആയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.